ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. താങ്ക് യു. നിന്നെ സോറി വേണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. വിജയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആഘോഷിക്കാനും സന്തോഷിക്കാനും തുടങ്ങും. അങ്ങനെ ആവരുത്. അങ്ങനെ ആയാൽ ഇങ്ങനെ ആവും. Samina mina waka waka hey hey samina mina sankleva perkastis Africa Django Django സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന ഫിഫ വേൾഡ് കപ്പിലെ ഒരു പാട്ടാണ്. കാലം എത്ര കടന്നുപോയാലും ഈ പാട്ട് നമ്മുടെ മനസ്സിൽ അതേ പഞ്ചിൽ നിൽക്കും. അതുപോലെ തന്നെയാണ് ഫുട്ബോൾ കളത്തിലുണ്ടാവുന്ന അബദ്ധങ്ങളും. നമ്മളെ എത്ര കണ്ടാലും നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. Yes! Files in the way! ഫുട്ബോൾ ഒരു ഹരമാണ്. ആവേശം മൂത്ത് കഴിഞ്ഞാൽ ഫുട്ബോൾ പ്രേമികൾ എപ്പോഴാണെന്ന് നോക്കൂല, എവിടെയാണെന്ന് നോക്കില്ല, അപ്പോൾ ഫുട്ബോൾ കളിക്കണം. പെരപ്പുറത്താണെങ്കിലും മലയുടെ മുകളിലാണെങ്കിലും അപ്പം ഗോളടിക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ബസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടക്ടർ പറയണം, അങ്ങോട്ട് കയറി കേട്ട് അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെന്നാ. അവിടെ കളിക്കാമെങ്കിൽ ഇവിടെയും കളിക്കാം. Okay, third attempt. What you heard? Wait, it went in. It went in. ഫുട്ബോൾ കളിയിൽ ഗോളടിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. കോർണർ കിക്കുണ്ട്, ഫ്രീ കിക്കുണ്ട്, പെനാൽറ്റി കിക്കുണ്ട്. അങ്ങനെ കിക്കുകളുടെ ഒരു കളിയാണ്. ഇപ്പോൾ പുതിയൊരു കിക്ക് കൂടി വന്നിട്ടുണ്ട്. വഴുതി വീണ് ഗോളടിക്കാനുള്ള ഒരു പുതിയ തന്ത്രം. അതായത് വീണിടം വിധിയാക്കുന്ന ഒരു കിക്ക്.
ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിം എവിടെ കളിച്ചാലും നല്ല മണി കിട്ടും. അതിപ്പോൾ സ്ട്രീറ്റിൽ കളിച്ചാൽ പോലും കിട്ടും. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും സ്ട്രീറ്റിൽ ഫുട്ബോൾ കളിച്ചാൽ വഴിയെ പോകുന്നവന് കിട്ടും. മണിയല്ല, പണി, 8ൻ്റെ പണി. മമ്മി എപ്പോഴും എൻ്റെ അടുത്ത് പറയടാ ജിമ്മിൽ പോന്ന്. ഞാൻ ജിമ്മിനും പോകില്ല, മമ്മി ചമ്മിയും പോകും. അവിടെ പോയവന്മാരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കണ്ടല്ല, പിന്നെ അങ്ങോട്ട് പോയല്ല നമ്മൾ. എനിക്കിഷ്ടപ്പെട്ട ഒരു അണ്ണനുണ്ട്, നമ്മുടെ തമിഴ്നാട്ടിലെ രജനി അണ്ണനല്ല, ഇത് അണ്ണാറക്കണ്ണൻ, മറ്റേ അണ്ണൻ. ഇവൻ്റെ സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊന്നുമല്ല, എല്ല് മുറുകിയെ പണിയെടുത്തിട്ടേ ഇവൻ ഭക്ഷണം കഴിക്കുള്ളൂ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. വളരെ നല്ല പഴഞ്ചൊല്ല. പക്ഷേ അക്കരെ ചെല്ലുമ്പോൾ ഇക്കരെ പ്ലച്ചോ എന്ന പഴഞ്ചൊല്ല് ഞാൻ കേട്ടിട്ടില്ല. ഒന്ന് കണ്ടു നോക്കാം. Here he goes. Yeah! മൃഗങ്ങളോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഡോക്ടർമാർ നമ്മളോട് ഉപദേശിക്കാറുണ്ട്. ഡോക്ടർമാരെ സൂക്ഷിക്കണമെന്ന് മൃഗങ്ങൾ തന്നെ ചിന്തിച്ചാലോ? ഇങ്ങനെ ഇരിക്കും. ചെറിയ ചൂണ്ടിട്ട് വലിയ മീനെ പിടിക്കുക, ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങുക, ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരാവശ്യമില്ലാത്ത നിൽക്കുന്ന ഒരു തടിമാറിൻ്റെ അടുത്ത് നിന്നിട്ട് ചേട്ടാ എന്നെ ഒന്ന് കാലേ വാരി തൂക്കി നിലത്തടിച്ച് തരുമോ എന്ന് ചോദിക്കണ അവർ തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുക.
Laughing at ya. Go, Richard, go. Wow, this is getting sad, bro. Who cares? Just keep recording. Keep recording. Look at that. Who's that in the background? എൻ്റെ ഭാര്യയ്ക്ക് ഈ ഇടയായിട്ട് എന്നെ ചെറുതായിട്ടൊരു സംശയം. വേറൊന്നുമല്ല, അവൾ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ എടുത്തിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ചെക്ക് ചെയ്യുക. എനിക്ക് ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് ചുറ്റിക്കളി ഉണ്ടോയെന്ന് അറിയാൻ. ഞാൻ ആരാ മോൻ? നമ്മുടെ കേരളത്തിലെ റോഡുകളിലൂടെ 2 കാലം കൊണ്ട് നടന്നു പോയാൽ തന്നെ അപകടങ്ങൾ പറ്റും. അങ്ങനത്തെ അവസ്ഥയാണ്. അതിനിടക്കാണ് ഈ 2 ചക്രമുള്ള വാഹനം വെച്ചിട്ട് അഭ്യാസം കാണിക്കുന്നത്. യവന്മാരൊക്കെ എന്താ പറയണെന്ന് അറിയുമോ? പച്ച മലയാളത്തിൽ പറഞ്ഞെങ്കിൽ അല്ല, പിന്നെ എങ്ങനെ പറയാതിരിക്കുന്നത്? എൻ്റെ ഒരു ഫ്രണ്ട് ഈയിടെ അമേരിക്കയിൽ നിന്ന് ലീവിന് വന്നു. ഭയങ്കര പുളുവടിയാണ്. എൻ്റെ അടുത്തൊരു തള്ളാവും വിട്ടു. അവൻ അമേരിക്കയിൽ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചു. ഞാൻ ചോദിച്ചു, നീ എവിടെയാണ് അമേരിക്കയിൽ വീട് വാങ്ങിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയാം, അമേരിക്കൻ ജംഗ്ഷനിലാണെന്ന്. മണ്ടൻ കൊണാപ്പി. പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയണ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേയില്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്കൻ ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടൻകുറാപ്പി, നീ എന്നെ കൂടുതലും മണ്ടനാക്കാടാ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനും തെളിയിക്കും. How many kilometers from Washington DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I have the answer. Kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and simplicity became interchangeable from complicated America to America. Stop it. Uncle, American boy in അവകാശപ്പെടുന്ന ഇവന് ഇംഗ്ലീഷ് ഗ്രാമർ പോലും അറിയില്ല. He doesn't know the basics of English grammar. American grammar illane. You talk too much. I'll kick your faces. Get out. You're talking nonsense in the house of my wife, mother and father. Go away, stupid. In the house of my wife and daughter, you will not see any minute after today. അവനെ പറഞ്ഞു വിടണ്ട. അവൻ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്. No soul of this.
മിനിറ്റ് ഒരു കോൾ വരുന്നുണ്ട്. ഹലോ, ആ മാമ. അതേ എൻ്റെ അമ്മായിയുടെ കിട്ടിയ മാമയല്ല, ഒബാമ. അപ്പോൾ പിന്നെ കാണാം, ബൈ. ഈ പരിപാടിയിലേക്ക് രസകരവും കൗതുകവുമുള്ള വീഡിയോകൾ പ്രേക്ഷകർക്കും അയക്കാം. വീഡിയോ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9605464007. Yeah.